ഹലോ, എല്ലാവരും ഇപ്പം സുഖമല്ലേ? എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കണു. നമ്മളിന്ന് ഒരു പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു കറിയാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് ചോറിനൊപ്പം, അപ്പത്തിൻ്റെ ഒപ്പം, ചപ്പാത്തിക്കൊപ്പം ഒക്കെ കഴിക്കാൻ പറ്റണം, പെട്ടെന്ന് തയ്യാറാൻ പറ്റണം ഒരു കറി. മീൻ കറി തോൽക്കും, അതേപോലത്തെ ഒരു സൂപ്പർ കറിയാണ് കേട്ടോ. അത് നമ്മൾ ഒരു സബോളയാണ് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് എടുത്തേക്കണത്. ഒരു സബോള അരിഞ്ഞ് നമുക്കതിലേക്ക് ഇടാം. തക്കാളി ഞാനിതിലേക്കൊരു തക്കാളി മുടി എടുത്തിട്ടുണ്ട്. ആ തക്കാളി നമുക്ക് നീളത്തിലരിഞ്ഞിട്ടിടാം കേട്ടോ. ഇപ്പം നമുക്ക് ഇപ്പോൾ വിചാരിക്കും നീളത്തിലരിഞ്ഞാൽ എന്താ, ചെറുതായിട്ട് അരിഞ്ഞാൽ എന്താന്ന്. പക്ഷേ അതൊരു ഭംഗിയാടോ, അങ്ങനെ കിടക്കട്ടെ. അത് നീളത്തിലരിഞ്ഞ് നമുക്ക് ഇടാം കേട്ടോ. നമ്മുടെ ഈ ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ സ്നേഹമാണ് കേട്ടോ ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനം. അങ്ങനെ ഇപ്പോൾ നമ്മൾ 3 പച്ചമുളകും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ചെരിച്ചാണ് അരിഞ്ഞേക്കണത്. ഒരിക്കലും ചെരിച്ചെന്താ അരിയണ, നീളത്തിലരിഞ്ഞാൽ പോരെയെന്ന്. അതൊരു സ്റ്റൈല്, എൻ്റെ ഒരു സ്റ്റൈല് ഞാൻ അരിഞ്ഞെന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അരിയാം. കുരുകുരുന്ന് അരിയണ്ട, നമുക്ക് നീളത്തിലോ അങ്ങനെ 2 കഷ്ണമാക്കിയിട്ട് ഇടാം. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഞാൻ ചെറുതാക്കി കുരുകുരുന്ന് അരിഞ്ഞതും കൂടി ഇതിലിടുന്നുണ്ട് കേട്ടോ. ഒരു 2 തണ്ട് വേപ്പിൻ്റെ ഇലയും കൂടി ഞാനിതിൽ ഇട്ടിട്ടുണ്ട്. നമുക്കിതിൽ ഞാൻ 2 ഉരുളൻകിഴങ്ങ്, ഒരു വലുതും ഒരു ചെറുതാണ് ഞാൻ എടുത്തേക്കണം കേട്ടോ. ഭയങ്കര കഫം കെട്ടാടോ, അതായതുകൊണ്ട് ശബ്ദം കൊടുക്കാനൊന്നും പറ്റണില്ല. നമ്മൾ ഇപ്പോൾ പാചകം ചെയ്യുന്ന സമയത്ത് ശബ്ദം കൊടുക്കാമെന്ന് വിചാരിച്ചാലേ പിള്ളേരൊക്കെ വർത്തമാനം പറയുന്ന ശബ്ദമൊക്കെയാണ് അതിലേക്ക് കേൾക്കണേ. അപ്പോൾ ഇപ്പോൾ ഞാൻ അവരൊന്നും ഇല്ലാത്ത നേരത്ത് നോക്കിയിട്ടാണ് പറയണത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആ ഉരുളൻകിഴങ്ങ് കഴുകിയതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു സ്പൂണ്, ഒരു 1/2 ടീസ്പൂൺ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. 1 ടീസ്പൂണ് മുളകും പൊടി, 1 ടീസ്പൂണ് മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണയും കൂടിയും അതിലേക്ക് 1 സ്പൂണ് വെളിച്ചെണ്ണയും കൂടി ഞാൻ അതിലിട്ടുണ്ട് കേട്ടോ, ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു നാളികേരത്തിൻ്റെ പാലും കൂടി ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് അങ്ങനെ 1-ാം പാല് 2-ാം പാലൊന്നും വേണമെന്നില്ല, ഒരുമിച്ച് നമുക്ക് പിഴിഞ്ഞെടുക്കാം. അതങ്ങനെ തന്നെ അതിലേക്ക് ഒഴിക്കാം. ഞാനിത് വേവാനായിട്ട് നമുക്ക് ഇത്തിരി കൂടുതൽ വെള്ളം വേണം കേട്ടോ, കാരണം ഉരുളൻകിഴങ്ങ് വെന്ത് കിട്ടണ്ടേ. അപ്പോൾ ഇത്തിരി വെള്ളം ഞാൻ ഇത്തിരി കൂടുതൽ ഒഴിച്ചിട്ടുണ്ട്. ഒരു നാളികേരമാണ് ഞാൻ ഇതിലെടുത്തേക്കണം കേട്ടോ. നമുക്ക് നാളികേരം എടുക്കുമ്പോൾ ഒരെണ്ണം എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അടുപ്പത്ത് വെച്ച് അതൊന്ന് ഒന്ന് തള വരുന്നുണ്ട്. നന്നായി തിളച്ച് വെന്ത് കഴിയും. അതൊക്കെ നമുക്ക് മൂടി വയ്ക്കാം കേട്ടോ. മൊത്തം അടയ്ക്കണ്ട, ചെറുതാക്കി ഒന്ന് തുറന്ന് വയ്ക്കാം. അല്ലെങ്കിൽ ഇതിങ്ങനെ പൊന്തി തിളച്ചട്ടെ, നാളികേരം പാലല്ലേ തിളച്ചിങ്ങനെ പൊന്തി പോവും. ഇത് വെന്ത് കഴിയുമ്പോഴേ നമ്മൾ മീൻ കറിയൊക്കെ കാച്ചില്ലേ എന്ന പോലെ ചെറുതാക്കി കുരുകുരുന്ന് നമ്മുടെ ചെറിയുള്ളി അരിഞ്ഞിട്ട് അതൊന്ന് അങ്ങനെ അരിഞ്ഞിട്ട് നമുക്ക് ഒരു നല്ലൊരു ചുമന്ന കളറ്, ചുമന്ന കളറാകുമ്പോൾ നമുക്ക് അതിലേക്ക് ഒഴിക്കാം കേട്ടോ. ഇതൊഴിക്കുമ്പോഴുണ്ടല്ലോ ഒരു ശബ്ദമുണ്ട്, ആ ശബ്ദം ഒരു പ്രത്യേക ശബ്ദമാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ്, ഇഷ്ടമാണോ? ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടാ, അടിപൊളി ടേസ്റ്റ്.